ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ് ലാലേട്ടൻ്റെ അവസാനം ഇറങ്ങിയ 50 ചിത്രങ്ങൾ. ഈ സിനിമകൾ ഞങ്ങൾ ഏതൊക്കെ കണ്ടു, ഏതൊക്കെ കണ്ടിട്ടില്ല എന്നുള്ളത് പറയാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോ മമ്മൂക്കേനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ലാലേട്ടൻ്റെ കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രം കേട്ടോ. അത് അവര് ചെയ്ത ആൾക്കാർ ഇട്ടതാണ്, നമ്മൾ ഇട്ടതല്ല കേട്ടോ. ഞങ്ങളത് യൂട്യൂബിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ആ വീഡിയോ അങ്ങനെയാണ് വന്നത്. മറ്റേത് വേറെ രീതിയിലുള്ള വീഡിയോ ആയിരുന്നു. ഓക്കെ, കാണാം, നോക്കാം ഏതൊക്കെ കണ്ടിട്ടുള്ളതെന്ന്. ഓ, ഭ്രമരത്തിലാണ് സ്റ്റാർട്ട്. വേറെ ലെവല്, വേറെ ഐറ്റം, വേറെ ലെവല്. ഇവിടം സ്വർഗമാണ്, ഇവിടെ സ്വർഗമാണ്. കണ്ടതാണ്. 2 സിനിമ കണ്ടിട്ടുണ്ട്. ഉന്നയെ പോലൊരുവൻ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ. ഞാൻ കാണാത്ത സിനിമയാണ്. ജനകൻ അത് കണ്ടിട്ടുണ്ട്. അത് സുരേഷ് ഗോപി മൂവിയാ. ഞാൻ കണ്ടിട്ടുണ്ട്. മോഹൻലാല് വക്കീലായിട്ട് വരും. കണ്ടിട്ടില്ല. ഷിക്കാർ കണ്ടതാ, സൂപ്പർ മൂവിയാ. ഷിക്കാർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഷിക്കാർ ഏതാ സിനിമ? അതൊക്കെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അതായത് അല്ല, അത് പറയണം. കണ്ടിട്ടില്ലേ അങ്ങനെ തന്നെ പറയണം. അല്ല, കണ്ടിട്ടില്ലേ എന്ന് പറയുമ്പോ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. അതായത് നമ്മുടെ ഗുണാക്കേവില് ഷൂട്ടാണ്. അത് എന്റെ ഫ്രണ്ടാണ് കേട്ടോ. അതിൽ വില്ലനായിട്ട് ജെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരനാണ്, ഇവിടുത്തുകാരനാണ്. ഭയങ്കര ഫ്രണ്ടായിരുന്നു. ഷിക്കാറെ കണ്ടിട്ടുണ്ട്. അത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു വില്ലനായിരുന്നു അല്ലേ? സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് കാണ്ഡഹാർ കണ്ടതാണ്. കണ്ടിട്ടില്ല. അമിതാഭ് ബച്ചൻ ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടതാണ്. ചൈന ടൗൺ കണ്ടിട്ടുണ്ട്. പ്രണയം കണ്ടിട്ടുണ്ട്. പഠിച്ചവനപ്പൊ എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഇതേതാ? സ്നേഹവീട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ക്യാസനോവ അയ്യോ കണ്ടതാണ്. ഗ്രാൻഡ് മാസ്റ്റർ കണ്ടതാണ്. ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ സിനിമയല്ലേ? സ്പിരിറ്റ് കണ്ടതാണ്. സ്പിരിറ്റ് അടിപൊളി സിനിമ കേട്ടോ. രഞ്ജിത്ത് എവിടെ പോയി ഞാൻ ആലോചിക്കുന്നത്. റൺ ബേബി റൺ കണ്ടതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സിനിമയാ. ഭയങ്കര ഇഷ്ടം. ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയി കണ്ടിട്ടുള്ള. കർമ്മയോധ ഞാൻ കണ്ടിട്ടില്ല. കർമ്മയോധ അടിപൊളി സിനിമ. പിന്നെ കർമ്മയോധ കണ്ടിട്ടില്ലേ? അതേതാ പടം? അതിനകത്താണ് ആ മകളെ തപ്പി വരുന്നത്. അതെനിക്ക് ഇഷ്ടമല്ല. സൂപ്പർ കാണാൻ താല്പര്യമില്ല. ലോക്ബാൽ ഇതും കാണാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കണ്ടിട്ടില്ല, കാണൂല. റെഡ് വൈൻ കണ്ടതാ. അത് ഞാൻ കണ്ടിട്ടില്ല. അത് നല്ലൊരു സിനിമ കേട്ടോ. ഗീതാഞ്ജലി ഞാൻ കണ്ടതാ. ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മുടെ പ്രിയദർശൻ. മനസ്സിലായി. രണ്ടാമത്തത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അത് കണ്ടതാ. ദൃശ്യം കണ്ടിട്ടേ ഇല്ല. അതെ, ജില്ല കണ്ടതാണ്. മിസ്റ്റർ ഫ്രോഡ് കണ്ടതാണ്. പെരിച്ചാഴി കണ്ടിട്ടില്ല. കണ്ടതാ. നീ കണ്ടതല്ലേ? അമ്മേ. എന്നും എപ്പോഴും അതും കണ്ടതാ. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മഞ്ജു വാര്യർ കൂടെ കണ്ടിട്ടില്ല. ഇല്ലല്ല. വലിയ സംഭവമൊന്നുമല്ല. ലൈല ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. ലോഹം ഞാൻ കണ്ടിട്ടില്ല. ലോഹം ഞാൻ കണ്ടായിരുന്നു. കനൽ ശരിയാണല്ലോ. കനൽ ഏതാ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. ജനതാ ഗ്യാരേജ് കണ്ടതാ. പൊളിപ്പടം. സൂപ്പർ. ഒപ്പം കണ്ടതാ. പ്രിയദർശൻ. പുലിമുരുകൻ കണ്ടിട്ടില്ല കേട്ടോ. ആരും കണ്ടിട്ടില്ല. പുലിമുരുകൻ കണ്ടതാണ്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഇത് ഞാൻ മുഴുനീളം കണ്ടിട്ടില്ല. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ നല്ല അടിപൊളി സീനുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇതേതാ? 1971 ബിയോണ്ട് ബോർഡേഴ്സ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനും കണ്ടിട്ടില്ല. വില്ലൻ കണ്ടതാ. വില്ലനല്ലേ സീന്? ഞാൻ അതുകൊണ്ട് കണ്ടതാ. വെളിപാടിന്റെ പുസ്തകം കണ്ടതാ. അമ്പോ, തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതെന്തറിയോ, മറക്കാൻ സാധ്യതയില്ലാത്തൊരു സാധനമായതുകൊണ്ടാണ്. നീരാളി കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഏതാ? കൊച്ചുണ്ണി കണ്ടതാ. ഡ്രാമ ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഓക്കെ, കണ്ടതാണ്. ലൂസിഫർ കണ്ടതാണോ? ഇട്ടിമാണി കണ്ടതാണോ? കാണണ്ടായിരുന്നു തോന്നിയതാണോ? ഇട്ടിമാണി കണ്ടതാണ്. കാപ്പാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സൂര്യന്റെ ഞാൻ കാണാത്തൊരു സിനിമ അത്. ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബ്രദർ കണ്ടതാ. ബിഗ് ബ്രദർ കണ്ടിട്ടില്ല. ദൃശ്യം 2 കണ്ടതാ. കണ്ടതാ.
ബ്രോ ഡാഡി കണ്ടു. ഇനി അങ്ങോട്ടെല്ലാം കണ്ടു. ഇനി അങ്ങോട്ടെല്ലാം ഏകദേശം എല്ലാ സിനിമയും കണ്ടായിരിക്കും. കാരണം ആറാട്ട് കണ്ടു, പിന്നെ 12th Man, എലോൺ മോൺസ്റ്റർ ആയിരിക്കും. നേര് മോൺസ്റ്റർ ഒന്നും ഇല്ലേ? അത് ശരിയാണല്ലോ. പകുതി സാധനങ്ങളും അപ്പൊ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. മലയക്കോട്ടെ ആ മോൺസ്റ്റർ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഈ വന്ന വീഡിയോസിൽ ഞങ്ങൾ കണ്ടതും കാണാത്തതോട്ടെ പറഞ്ഞത് 3-4 ഉള്ളൂല്ലേ കാണാത്തത്? അതെ, ഞാൻ ഒരുപാട് കണ്ടിട്ടില്ലേ. ലോക്പാല് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതായത് മമ്മൂട്ടിയുടെ അതിനേക്കാളും കൂടുതലുണ്ട്. മമ്മൂട്ടിയിലാണ് ഒന്നും കണ്ടിട്ടില്ല. ആകെ എനിക്ക് ഒരു ആ വന്ന ലിസ്റ്റിൽ ഒരു 10-30 സിനിമ ഉണ്ടെങ്കിൽ ഒരു 10-15 ഒക്കെ കണ്ടിട്ടുണ്ട്. ബാക്കി 15 ഉണ്ടാവില്ല അല്ലേ? അല്ല, ലാസ്റ്റത്തെ എനിക്ക് തോന്നുന്നു 8 സിനിമ തന്നെ ഈ ഒരു അടുത്ത് വന്നിരിക്കുന്നത്, അതെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് മുന്നറിയിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് എന്തായാലും നമ്മളിപ്പോ ലാലേട്ടൻ്റെ ആണല്ലോ പറയാൻ വന്നത്. എന്തായാലും ഒരുപാട് സിനിമകൾ കണ്ടത് തന്നെയാണ്. പിന്നെ വമ്പൻ സിനിമകൾ ഇതിന്റെ ഇടയിൽ മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് മിസ്സായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഇതൊന്നും ഇല്ല, സിനിമകളൊന്നും ഇല്ല, കുറെ എണ്ണം മിസ്സായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഇയർ ലിസ്റ്റ് നോക്കുമ്പോഴാണ് ദൃശ്യം, ലൂസിഫർ, പിന്നെ എന്താ പുലിമുരുകൻ, ഇതൊക്കെ കാണാത്ത ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഈ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ അത് ദൃശ്യത്തിന് ശേഷം ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമ എനിക്ക് മിസ്സായതാണ്. അതിനുശേഷം എന്നിട്ട് എൻ്റെ ഫ്രണ്ട് വേറെ അടുത്തുണ്ട്, നൗഷാദ് എന്ന് പറയും, അവൻ എപ്പോഴും അത് കാണട്ടോ, നല്ല സിനിമയാണ്, നല്ല സിനിമ അത് അന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കാണാൻ പറ്റില്ല. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അങ്ങനെ സിനിമ ഉണ്ടല്ലോ. അത് ശരിക്കും എന്താണെന്നറിയോ, ഒരു കണ്ടിരിക്കേണ്ട സിനിമ. ഭയങ്കര രസമാണ് സിനിമ കണ്ടിരിക്കാൻ, അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്താണെങ്കിലും അതുപോലത്തെ സിനിമ തന്നെ ആയിരിക്കും ഇനിയും. കർമ്മയോധ നല്ല സിനിമയാണ്. കർമ്മയോധ അടിപൊളി സിനിമ. കർമ്മയോധയില് ശരിക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറി അതിന്റെ ഒരു ഭാഗം പോലും കണ്ടിട്ടൊന്നുമില്ല. ഫ്ലോപ്പ് മൂവിയാണ്. സംഭവം തിയേറ്ററിൽ പരാജയമാണ് സിനിമ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. അതിനകത്ത് അതിൽ ആള് കാണിക്കുന്ന അത് കറക്റ്റ് എന്താ പ്രാന്തൻ എന്നൊക്കെ പറയും. കാരണം ആളെ മകളെ തപ്പിയിട്ടാണ് വരുന്നത്. നഖവും കൈയൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നു, പറിച്ചെടുക്കുന്നു, അങ്ങനത്തെ കുറെ ഐറ്റംസ് കാണണം. അതല്ല അതിന്റെ രസം കിട്ടും. ഞാൻ പറയുന്ന അതും കാണുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും അതില് 1-2 ക്യാരക്ടേഴ്സ് ഒക്കെ വെറും ഇതായിപ്പോയി. കർമ്മയോധ മേജർ രവിയാണോ? ഈ കർമ്മയോധന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ലാലേട്ടനെ അവിടുന്ന്, ഞാൻ പറഞ്ഞില്ല എയർപോർട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്, ആ സമയത്താണ് ഞാൻ കണ്ടത്. നീരാളി സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ആള് ഡീലിറ്റ് വാങ്ങാൻ വന്നു, കോഴിക്കോട് അവിടുന്ന് അല്ലേ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.